ദിവസം ഒരു 5000 രൂപ ഏറ്റവും ചുരുങ്ങിയത് അല്ലെങ്കിൽ അതിന് മുകളിലോട്ടോ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് അതിനെ ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആക്കി എടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്, എല്ലാ കാലാവസ്ഥയിലും ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ബിസിനസ്, എല്ലാ രീതിയിലും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന, എല്ലാ കാലാവസ്ഥയിലും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ അസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ഒരു സ്മൂത്തീസിന് അല്ലെങ്കിൽ ഒരു ജ്യൂസിനെ കുറിച്ചിട്ടാണ്. പക്ഷെ അപ്പം ജ്യൂസ് കട എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജ്യൂസ് ഷോപ്പ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും നമ്മളൊക്കെ നാട്ടിൻപുറത്ത് നമ്മൾ കാണുന്ന ജ്യൂസ് കട. നമ്മൾ സാധാരണ നമ്മൾ നാട്ടിൻപുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ജ്യൂസ് കടനെ കുറിച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഒരു ജ്യൂസ് കട, ഒരു നോർമൽ ജ്യൂസ് കട ഓർമ്മ വന്നിട്ടുണ്ടാവുക. എന്നാൽ ജ്യൂസ് കട ജ്യൂസും ഒക്കെ അത് തന്നെയാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സ്റ്റൈലും നമ്മൾ സെർവ് ചെയ്യുന്ന സ്റ്റൈലും നമ്മൾ ജ്യൂസും വ്യത്യാസമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ആ ജ്യൂസ്, എങ്ങനെയാണ് ഇത്ര സക്സസ്ഫുള്ളും ഇത്ര കോൺഫിഡൻസിലും നമ്മൾക്ക് അത്രയും വലിയ പ്രോഫിറ്റ് ഒക്കെ ഓഫർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ജ്യൂസ് ഷോപ്പ് സെറ്റപ്പ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു ലെവലിലുള്ള ഒരു ജ്യൂസ് ഷോപ്പ് സെറ്റപ്പിനെ കുറിച്ചിട്ട് ആരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു ജ്യൂസ് ഷോപ്പ് സെറ്റപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മളെല്ലാ ഫ്രൂട്ട്സുകളൊക്കെ മേടിച്ച് കൊടുത്തു വെച്ചിട്ടുള്ള ഒരു ജ്യൂസ് ഷോപ്പ് സെറ്റപ്പിനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലേ? പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഒരു ജ്യൂസ് ഷോപ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്രൂട്ട്സ് ജ്യൂസ്. അപ്പോൾ നമുക്കറിയാം ജ്യൂസ് എന്നുള്ളത്, ഫ്രൂട്ട് ജ്യൂസ് എന്നുള്ളത് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ട സംഭവമാണ്. അതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്ത് എല്ലാ ആളുകളും കുടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജ്യൂസാണ്. രണ്ടാമത്തത് തണുപ്പ് കാലാവസ്ഥയിലാണെങ്കിൽ പോലും ഫ്രൂട്ട്സിനോടും ഫ്രൂട്ട്സിന്റെ ജ്യൂസിനോടും ഒരു പ്രത്യേക താല്പര്യം ആളുകൾക്കുണ്ട്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ്. കാരണം അത് അത്രയ്ക്കും ശരീരത്തിന് വേണ്ട ഒരു സംഭവമാണ്, ഹെൽത്തിയാണ്. ഡോക്ടർമാർ പോലും അത് നമ്മളോട് കുടിക്കണം അല്ലെങ്കിൽ ദിവസം ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് പോലും പറയാറുള്ള സംഭവമാണ്. അപ്പം ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ജ്യൂസ് എന്നുള്ളത് എപ്പോഴും മാർക്കറ്റിൽ നല്ല ഹൈ ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഒരു ഫ്രൂട്ട് ജ്യൂസിനെ കുറിച്ചിട്ട് എന്ന് പറയുന്നത് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസിനെ കുറിച്ചിട്ട്. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ജ്യൂസ് ഷോപ്പ് സെറ്റപ്പ് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള എന്താണ്, നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്യുന്നു, ചേട്ടാ നമ്മൾ എന്താണ് ജ്യൂസ് ഓർഡർ ചെയ്യുന്നത്, നമ്മളൊരു മുസംബി ജ്യൂസ് അല്ലെങ്കിൽ നമ്മളൊരു വാട്ടർമെലൻ ജ്യൂസ്, നമ്മൾ മുന്തിരി ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, ആപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ മിക്സ് ഫ്രൂട്ട് ജ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എല്ലാ ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്തിട്ട് തരും. പക്ഷേ ഈ ഒരു ജ്യൂസ് നമ്മൾ എന്താണ് ഓർഡർ കൊടുക്കുന്നത്, കുറച്ച് ഫ്രൂട്ട്സുകൾ അവിടെ ഡിസ്പ്ലേ ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് അവർ എടുത്ത് എന്ത് ചെയ്യുന്നു, ആ ഫ്രൂട്ട്സ് എടുത്തിട്ട് അല്ലെങ്കിൽ അത് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊക്കെ ജ്യൂസ് ഷോപ്പുകളിൽ നമ്മൾ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫ്രൂട്ട്സുകളൊക്കെ അവർക്ക് വേണ്ട ഫ്രൂട്ട്സുകളൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ കുറച്ച് ഡബ്ബകളിലാക്കി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനനുസരിച്ച് എടുത്തു തരിയിരിക്കും. അല്ലെങ്കിൽ അത് ഓരോന്നും കട്ട് ചെയ്ത് ഓരോ സംഭവത്തിലാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്നത്, ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്തിട്ട് എല്ലാ ഫ്രൂട്ട്സും ഇതിനൊരു പോസിറ്റീവ് വശമുണ്ട്. നമ്മൾ നോർമലുള്ള ജ്യൂസ് ഷോപ്പിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പ് എന്ന് പറയുന്നത് എല്ലാ ഫ്രൂട്ട്സുകളും മേടിച്ചിട്ട് ഒരു എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സുകളിൽ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കവറുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് എല്ലാ ഫ്രൂട്ട്സിൻ്റെയും മിക്സ്, അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷനിൽ ഇപ്പോൾ പൈനാപ്പിളിലും അതേപോലെ ഒരു 3-4 ഫ്രൂട്ട്സ് മിക്സിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു 5 ഫ്രൂട്ട്സ് മിക്സോട് കൂടിയിട്ടുള്ള ഓരോ ഗ്ലാസ്സിൽ മിക്സ് ചെയ്യാം. വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഗ്ലാസ്സുകളിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഡിസ്പ്ലേ വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഓരോ മിക്സ് ഫ്രൂട്ട്സും നമ്മളിപ്പോൾ ഒരു 5-6 അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഐഡിയ ആണത്. നമുക്ക് 3 ഫ്രൂട്ട്സുകൾ മിക്സ് ചെയ്യുന്ന ഒരു കൂട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ 4 ഫ്രൂട്ട്സുകളെ മിക്സ് ചെയ്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ഗ്ലാസ്സിലാക്കാം, 5 എണ്ണത്തിനെ മിക്സ് ചെയ്തിട്ട് ഗ്ലാസ്സിലാക്കാം. ഇതെല്ലാം നമ്മളിങ്ങനെ നമ്മളെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു കസ്റ്റമർ വന്നിട്ട് പറയണതാ എനിക്ക് ഈ ഒരു ഗ്ലാസ് ജ്യൂസാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ വാട്ടർമെലൻ പ്ലസ് മുന്തിരി അല്ലെങ്കിൽ പൈനാപ്പിൾ സംഭവങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള കിവി ആപ്പിള്, കിവി
കിവി ആപ്പിൾ സംഭവങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ പല ഇഷ്ടമുള്ള, അപ്പോൾ പല ആളുകൾക്കും പല ഫ്രൂട്ട്സിനോട് പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ഓക്കെ, കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പല ഫ്രൂട്ട്സ് ആളുകൾക്കുണ്ട്. കൂടുതൽ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ കുടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഫ്രൂട്ട് ജ്യൂസുകളുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ഫ്ലേവേഴ്സ് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഗ്ലാസ്സിലാക്കിയിട്ട് ഡിസ്പ്ലേ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, അവർ കാണുന്നവർക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇതാ ഇന്ന ഫ്രൂട്ട്സ് ഇന്ന ഗ്ലാസ് എടുക്കുക, നേരെ നമ്മളത് മിക്സിയിൽ ഇടുന്നു, ഐസ് ക്യൂബ് ഇടുന്നു, ഷുഗർ ആഡ് ചെയ്യണം, ഷുഗർ വേണ്ടവർക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക, വേണ്ടാത്തവർക്ക് ഷുഗർ ആഡ് ചെയ്യാതെ വിതൗട്ട് ഷുഗറിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഏതാണോ ഗ്ലാസ് അവർ കാണിക്കുന്നത്, കസ്റ്റമേഴ്സിന് ഏത് ഗ്ലാസ്സിലുള്ള ഫ്രൂട്ട്സ് ആണോ ആവശ്യം, ആ ഒരു മിക്സ് എടുത്ത് നേരെ നമ്മൾ മിക്സിയിൽ അവരെ മുന്നിൽ തന്നെ ഇടാം, നമ്മൾ നേരെ മിക്സിയിലേക്ക് ഇടുന്നു, ജ്യൂസ് ആക്കി കൊടുക്കുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. അവിടെ കഴിഞ്ഞു. അത്രേ ഉള്ളൂ നമ്മൾ പ്രോസസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ ഓൾറെഡി ഷോപ്പ് തുറക്കുമ്പോൾ തന്നെ, ഷോപ്പ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി അതിനെ കട്ട് ചെയ്ത് ഗ്ലാസ്സുകളാക്കിയിട്ട് ഡിസ്പ്ലേ വെക്കണം. അപ്പോൾ ഓൾറെഡി കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനം, അവർക്ക് ഏത് ഗ്ലാസ് ആണോ അവർക്ക് ഇഷ്ടപ്പെടുന്നത്, ഏത് ഗ്ലാസ്സിലുള്ള ഫ്രൂട്ട്സ് മിക്സ് ആണ് ഇഷ്ടപ്പെടുന്നത്, അതെടുക്കുക, അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പൊ നോർമലി നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഇവരോട് വന്നിട്ട് കടയിലുള്ള ആളുകളോട് വന്ന് ചോദിക്കേണ്ട ഏതൊക്കെ ജ്യൂസ് ഉണ്ട്, എങ്ങനെയൊക്കെ ജ്യൂസ് ഉണ്ട്, ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെയുള്ള ജ്യൂസൊക്കെ ഒരു മിക്സ് ഫ്രൂട്ട്സ് ലെവലിൽ ഗ്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാം. ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു, മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കുന്നു, ഐസ് ക്യൂബിടെ അടിച്ചു കൊടുക്കുക. ഐസ് വേണ്ടവർക്ക് ഐസിട്ട് അടിച്ചു കൊടുക്കുക, വേണ്ടാത്തവർക്ക് ഐസ് അവയുടെ ഇതിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ നോർമലി ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ ജ്യൂസ് ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് എടുക്കുന്ന ഒരു ജ്യൂസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് പലപ്പോഴും പല ജ്യൂസ് കടയിൽ നമ്മളൊക്കെ ജ്യൂസ് കുടിക്കാൻ കയറിയപ്പോൾ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ പലപ്പോഴും ചില ജ്യൂസ് കടകളിലൊക്കെ നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ഉണ്ട്. എന്താണത്, നമ്മൾ ചില ജ്യൂസ് കുടിക്കാൻ കയറി കഴിഞ്ഞാൽ, നമ്മൾ ചില ജ്യൂസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചില ജ്യൂസ് മോശം ജ്യൂസ് കിട്ടാറുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇവിടെ കടയിൽ ഓൾറെഡി അവർ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് വാടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്ന് കേടായി തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ഒരു ഭാഗം ചിലപ്പോൾ കേടായിട്ടുണ്ടാവും, ബാക്കി ഭാഗം ഓക്കെ ഇരിക്കാം. ഒരു 25% ചിലപ്പോൾ വല്ല വീണ സ്പോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കേടായിട്ടുണ്ടാവും. അപ്പോൾ അത് മാത്രം കട്ട് ചെയ്തിട്ടുണ്ടാവും. ചില ചീയുന്നൊരവസ്ഥയിലേക്ക് തുടക്കമായിരിക്കാം. അപ്പോൾ അതൊക്കെ ജ്യൂസിൽ കൂടി മിക്സ് ചെയ്ത് വിടുന്ന ഒരു സമ്പ്രദായം പല ജ്യൂസ് ഷോപ്പുകളിൽ കണ്ടിട്ടുണ്ട് നമ്മൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ, ചെറിയ രീതിയിൽ വാട്ടം സംഭവിച്ച ഫ്രൂട്ട്സുകൾ, ചെറിയ രീതിയിൽ കേടുപാട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് ഒരു പക്ഷേ ആ ഫ്രൂട്ട്സ് കേടാവാം എന്നുള്ള രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ മാറ്റി വെച്ച് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ കേടാവാൻ സാധ്യതയുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് മാറ്റി വെച്ച് ചിലപ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം പോലും വന്നിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ ഫ്രൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് അത് നമ്മൾ കാണുന്നില്ല. ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കാണുന്നില്ല. ആ ഒരു ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുന്നത് ഒരു പക്ഷെ നമ്മുടെ മുന്നിൽ അതൊരു ഗ്ലാസ് ആയിട്ട് വന്ന് ജ്യൂസായിട്ട് വന്ന് നമ്മുടെ മുന്നിൽ നിന്ന് കുടിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ടേസ്റ്റ് വ്യത്യാസമോ, ചിലപ്പോൾ ഒരു പക്ഷെ പലവരും അത് തിരിച്ചറിയാതെ വരെയും പോകുന്നവരുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ പല കസ്റ്റമറും അങ്ങനെ കൊടുക്കുന്ന ജ്യൂസുകളുടെ ടേസ്റ്റ് വ്യത്യാസം, അതിലിടുന്ന ഐസിൻ്റെയും ഷുഗറിൻ്റെയും അതിൻ്റെ തണുപ്പിൻ്റെയും മിൽക്കിൻ്റെയും ഒക്കെ മിക്സ് വരുന്നത് കൊണ്ട് തന്നെ പല കസ്റ്റമേഴ്സിനും അതിന് തിരിച്ചറിയാതെ തന്നെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം പല ജ്യൂസുകളിലും അങ്ങനത്തെ ചെറിയ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് അർത്ഥം. പക്ഷേ ഇവിടുത്തെ ഒരു പോസിറ്റീവ് വശം, അതും ഇതും കൂടിയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത്, ഇവിടെ കസ്റ്റമർ ഡയറക്റ്റ് കാണുകയാണ്. നമ്മളെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സുകളിൽ നമ്മളെ എന്താണോ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സ്, ഏതാണോ ആ കസ്റ്റമർ സെലക്ട് ചെയ്യുന്ന ഗ്ലാസ്, അതിൽ ഏതൊക്കെയാണോ ഫ്രൂട്ട്സ് മിക്സ് ഉള്ളത്, അത് നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തേക്കണം. അത് അത്രയും നീറ്റ് ആയിരിക്കണം, അത് ക്ലിയർ ആയിരിക്കണം. അതിൽ കേടുപാടുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല, അതിൽ മറ്റു രീതിയിലുള്ളത് മോശമായിട്ടുള്ള ഒരു ഫ്രൂട്ട്സും അതിൽ വാടിയതൊക്കെ ഇതൊന്നും അതിലെന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നോർമലി കസ്റ്റമേഴ്സ് അത് കണ്ടുകൊണ്ടിരിക്കും, ലൈവ് കസ്റ്റമേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ അവർ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഇന്നത് മതി എന്ന് പറയാനുള്ള കോൺഫിഡൻസും അവർക്ക് അത് കാണുമ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? ആ ഫ്രണ്ടിലിരിക്കുന്ന ഗ്ലാസ്സിലുള്ള ഫ്രൂട്ട്സിൻ്റെ ഫ്രഷ്നെസ് കസ്റ്റമേഴ്സിന് ഫീൽ ചെയ്യും, അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അതാണ് നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നോർമലി അവിടെ കസ്റ്റമേഴ്സിനായാലും കൊടുക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിലും അവർക്കിടയിൽ നോ ഇഷ്യൂസ്. കാരണം ഈ കസ്റ്റമേഴ്സിനാണെങ്കിൽ പോലും ഒന്നും പറയാനില്ല. കാരണം അതൊരു മോശം ജ്യൂസാണ്, അല്ലെങ്കിൽ മോശം ഫ്രൂട്ട്സാണ്, അത് കേടായ ഫ്രൂട്ട്സാണ്, അങ്ങനത്തെ ഒന്നും പറയാനുള്ള ഒരു സാധ്യത. കാരണം നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്, നല്ല അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് അവർക്ക് കാണാൻ പറ്റുന്ന ലെവലിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തത് കൊണ്ട് തന്നെ
അവർക്ക് എന്താണ് നല്ല വൃത്തിയോട് നല്ല ഇഷ്ടത്തോടും കോൺഫിഡൻസോടും കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ആ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യാൻ പറ്റും, നമുക്കത് അടിച്ച് കൊടുക്കുക, നല്ല സാറ്റിസ്ഫാക്ഷനേക്ക് കൊടുക്കാൻ പറ്റും കസ്റ്റമേഴ്സിന്. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഇതിൽ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. കാരണം അവിടെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഇവിടെ നമുക്ക് ഒന്നും ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ലാതെ നമുക്ക് എടുത്ത് കൊടുക്കാം, അത്രയ്ക്കും സാറ്റിസ്ഫാക്ഷൻ. പിന്നെ അത്രയ്ക്കും വൃത്തിയിൽ നമുക്ക് ജ്യൂസ് കൊടുക്കാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ ഭയങ്കരമായിട്ട് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റിച്ച് ജ്യൂസ് ആയിരിക്കും കസ്റ്റമേഴ്സിന് കിട്ടുക. വീണ്ടും കസ്റ്റമേഴ്സ് വരാനും നിങ്ങളുടെ അടുത്ത് വരാനും സാധ്യത കൂടുതലാണ്. കാരണം ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു കട്ട് ഫ്രൂട്ട്സ് നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് നമ്മൾ വെക്കുമ്പോൾ അത് ജ്യൂസായിട്ട് നമ്മൾക്ക് കൊടുക്കാം കസ്റ്റമേഴ്സിന്. അതല്ലെങ്കിൽ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ആയിട്ടും നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്നു. കാരണം ഇപ്പോൾ ഒരു കസ്റ്റമർ പറയുന്നത് നമുക്ക് ജ്യൂസ് വേണ്ട, നമുക്കത് ആ ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ തന്നാൽ മതി, നമുക്ക് അങ്ങനെ കഴിക്കാം എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയും, ജ്യൂസ് ആക്കിയിട്ട് കൊടുക്കാൻ കഴിയും, ഫ്രൂട്ട്സ് ആയിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതും ഇതിലൊരു പോസിറ്റീവ് വശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ആക്കി വിടാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഒരു വേനൽക്കാലത്ത് ഇതിന് ഭയങ്കര ഹൈ ഡിമാൻഡും ഹൈ മാർക്കറ്റുമാണ്. മാത്രമല്ല തണുപ്പ് കാലത്ത് പോലും ആളുകൾ ഐസ് ഇട്ടിട്ടും കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാ സീസണിലും ഈ ഫ്രൂട്ട് ജ്യൂസിന് ഒരു ഡിമാൻഡ് പ്രത്യേകമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പം നമ്മൾ നല്ല തണുത്ത കാലാവസ്ഥയിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഫ്രൂട്ട്സ് ജ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേണ്ടെന്ന് പറയും, തണുപ്പാണ് വേണ്ടെന്ന് പറയില്ല, നമ്മൾ കുടിക്കും. അപ്പം നമുക്കറിയാം ജ്യൂസിന് എപ്പോഴും നല്ലൊരു ഹൈ ഡിമാൻഡാണ്. പക്ഷെ ആ കൊടുക്കുന്ന രീതി, ആ ജ്യൂസിൻ്റെ സെർവിങ് സ്റ്റൈല്, അത് ഈ ലെവലിലേക്കൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് വിജയിച്ചെടുക്കാൻ പറ്റുന്നു. മാത്രമല്ല നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ പോപ്പുലർ ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു പക്ഷേ ഇങ്ങനൊരു പ്ലാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള കടകളൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു സ്റ്റൈലിൽ നിങ്ങൾക്ക് ജ്യൂസ് ഷോപ്പ് കാണാൻ വഴിയില്ല. അഥവാ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ജ്യൂസ് ഷോപ്പ് നിങ്ങളെ പരിസരത്ത് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ തുടങ്ങിയവരുണ്ടാവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ പരിസരത്തോ നിങ്ങളുടെ യാത്രാ സമയങ്ങളിലോ നിങ്ങൾ ഇങ്ങനത്തെ ജ്യൂസ് ഷോപ്പ് സെറ്റപ്പ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സെറ്റപ്പാണ് ഈ ഒരു ജ്യൂസ് ഷോപ്പ് സെറ്റപ്പ് എന്നുള്ളത്. മിക്സ്ഡ് ഫ്രൂട്ട്സ് സ്മൂത്തീസ് എന്നാണ് നമുക്ക് ഇതിന് പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പുതിയ രീതിയിൽ പുതിയൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയ ലെവലിൽ ഒരു ചെറിയ ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു പുതിയ സെറ്റപ്പ് ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. വേറെ ഒന്നും ഇതിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എല്ലാ ഫ്രൂട്ട്സും അവൈലബിൾ ആക്കണം എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് എടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ മാർക്കറ്റിൽ കേരളത്തിൽ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നമ്മൾ അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതായിരിക്കും മറ്റൊരു ഹൈലൈറ്റ് ആ ജ്യൂസിൻ്റെ ഘടന. കാരണം ചിലപ്പോൾ ചില ഫ്രൂട്ട്സുകൾ കുറച്ച് വില കൂടിയ ഫ്രൂട്ട്സുകളുണ്ട്, വില കുറഞ്ഞ ഫ്രൂട്ട്സുകളുണ്ട്. എല്ലാ ഫ്രൂട്ട്സും വില കൂടിയതാണെങ്കിലും വില കുറഞ്ഞതാണെങ്കിലും എല്ലാ ഫ്രൂട്ട്സും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് കുറച്ചാണെങ്കിൽ കുറച്ച് പോലും കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പൈസ ഇടയാം. നമുക്കിപ്പോൾ വില കൂടിയതിൻ്റെ പുറത്ത് നമ്മൾക്ക് അത് നഷ്ടമാവാൻ സാധ്യത. കാരണം നമ്മൾ കൊടുക്കുന്ന ജ്യൂസിൻ്റെ അളവിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് അതിന് പ്രൈസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ വറിയിടാണ്ട. കാരണം പ്രത്യേകിച്ച് ഒരു മലയാളി കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മലയാളീസ് എന്നല്ല പൊതുവെ ആളുകൾ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു വെർത്ത് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, മണി വെർത്ത് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ സ്വീകരിക്കും. അവിടെ ആളുകൾക്ക് പ്രൈസ് ഒരു വിഷയമല്ല, അവിടെ ആളുകൾക്ക് വില കൂടുതൽ വിഷയമല്ല, ഒന്നും പ്രശ്നമല്ല. അത് ഓക്കെ ആണോ എന്നുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിന് ഈ സംഭവം വെർത്താണോ എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. അത് ഓക്കെ ആണോ എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ അത് ഓക്കെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വിടുന്ന പ്രൈസ് ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് നമ്മൾക്ക് തോന്നിയ പ്രൈസ് ഇടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള പ്രൈസ് തന്നെ ഇടണം. നമുക്ക് നഷ്ടമില്ലാത്ത, നമ്മൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റ്. ഇപ്പോൾ ജ്യൂസ് ഷോപ്പ് സെറ്റപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക് നമുക്കറിയാം, ജ്യൂസ് ഷോപ്പ് സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഒരു 60-70% വരെ പ്രോഫിറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ നല്ല സീസണിലൊക്കെ 100% പ്രോഫിറ്റൊക്കെ എടുക്കുന്ന ഒരു സംഭവമാണ് ഒരു ജ്യൂസ് ഷോപ്പ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വെറീഡ് ആവണ്ട. റേറ്റും നമുക്ക് ഏത് ലെവലിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും അത് പ്രോഫിറ്റ് തന്നെയാണ്.
അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും. പിന്നെ നമ്മളെ എല്ലാവരുടെയും ഒരു സംഭവമാണ്, നമ്മൾ പറഞ്ഞു ദിവസം 5000 രൂപ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. നമുക്ക് 5000 രൂപ അല്ല 10000 രൂപ ആണെങ്കിലും ഉണ്ടാക്കാം. നമ്മളൊരു മിനിമം ലെവലിൽ നിന്നുകൊണ്ടാണ് ഒരു 5000 രൂപ കണക്ക് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 100 ഗ്ലാസ് ജ്യൂസ്, 100 അല്ല കേട്ടോ, നമ്മൾക്ക് 100 അല്ല 200 300 ഗ്ലാസ് ജ്യൂസ് നമ്മൾക്ക് ഒരു ദിവസം കൊടുക്കാൻ കഴിയും. ഈ ലെവലിൽ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പറ്റും. നോർമൽ ജ്യൂസ് കടയിൽ പോലും കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ശരാശരി ഒരു 100 ഗ്ലാസ് ഒരു ദിവസം നമ്മൾക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ, ഒരു 100 ഗ്ലാസ് ജ്യൂസ് നമ്മൾക്ക് വിൽക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ 60 രൂപ മുതൽ നിങ്ങൾക്ക് 100-150 രൂപ വരെ നിങ്ങൾക്ക് ജ്യൂസിന് ഈടാക്കാം. കാരണം പല ഫ്രൂട്ട്സിനും പല റേറ്റാണ്. അതിൽ കിവി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി, നല്ല റേഞ്ചുള്ള ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ നമുക്കാണ്. പക്ഷെ മിക്സ് ഫ്രൂട്ട്സ് ആകുമ്പോൾ നമുക്ക് ഒരു ഫ്രൂട്ട്സിനെ മാത്രം റേറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 60-100 രൂപ ഒരു ഫിക്സഡ് എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ വെക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 40 രൂപ മുതൽ ഒരു 60 രൂപ നമ്മൾ പ്രോഫിറ്റാണ്. പക്ഷേ ഒരു 60 രൂപ കൊടുക്കുന്ന ജ്യൂസാണ് നമുക്ക് 40 രൂപ, 4000 രൂപ ഒരു ദിവസം. 100 രൂപ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 60 രൂപ 70 രൂപ നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7000 രൂപയുള്ള പ്രോഫിറ്റായി. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ആവറേജ് ഒരു 5000 ഒരു 5000 രൂപയിൽ നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഒരു ദിവസം. ഒരു ഏറ്റവും മിനിമം സ്കെയിലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു മാസം നമ്മൾ നോക്കിയിരുന്നെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപ വരുമാനമായി. നമ്മൾക്ക് ഇതിനാകെ ആവശ്യമായിട്ട് വരുന്നതാണ്, നമുക്കൊന്ന് ഫ്രൂട്ട്സ് മേടിക്കണം സ്റ്റോക്ക്, ഓക്കെ. അതല്ലാതെ പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു 1-2 മിക്സി ജ്യൂസ് ജാർ മേടിക്കണം. അതേപോലെ തന്നെ ഒരു സ്റ്റാഫോ 2 സ്റ്റാഫിന് തുടക്കത്തിലൊക്കെ നമ്മൾക്കും ഒരു സ്റ്റാഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവം കിട്ടലായിട്ട് ചെയ്യാൻ കഴിയും. അതല്ല നമ്മൾക്ക് ഒറ്റയ്ക്ക് ചെയ്തെടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതൊക്കെ. പിന്നെ ഇത് നമുക്ക് മറ്റു ജ്യൂസ് കട പോലെ, മറ്റു ജ്യൂസ് സെറ്റപ്പ് പോലെ നമുക്ക് ഇങ്ങനെ ഫുള്ള് ജ്യൂസ് ഓർഡർ അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് ആവശ്യമില്ലല്ലോ. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതെടുത്ത് അടിച്ചെടുക്കുന്നത് ആവശ്യമേ മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ നമ്മൾക്ക് ഒരാളെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമുക്ക് 2 പേര് നമ്മൾ ഉൾപ്പെടെ ഒരു സ്റ്റാഫിനെയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സുഖസുന്ദരമായിട്ട് ഒരു സ്റ്റാഫിന് ഒരു 15000 മുതൽ 20000 രൂപ വരെയൊക്കെ സാലറി സ്കെയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കഴിഞ്ഞ് ഒരു ഇലക്ട്രിസിറ്റിയും കഴിഞ്ഞ് നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ എടുത്ത് എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നല്ല രീതിയിൽ ഈ ഒരു സീസണല്ല, എല്ലാ സീസണിലെയും തകർത്താടാൻ പറ്റിയ ഒരു സൂപ്പർ ബിസിനസ് പ്ലാനാണ് ഒരു മിക്സ്ഡ് ഫ്രൂട്ട്സ് സ്മൂത്തീസ് ഷോപ്പ് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ അടുത്ത വീഡിയോയിൽ അടുത്തൊരു കിടലിന് ആശയവുമായിട്ട് നമുക്ക് കാണാം. ടേക്ക് കെയർ, ബൈ.